അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അദ്ദ അശ്ശഫ്ഇ വൽ വത്രി വകലിമാതി റബ്ബിന ത്വയ്യിബാത്തിൽ മുബാറകാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ عدد كل ذرة ألف مرة صلى الله على نبينا محمد كلما ذكره الذاكرون وغفل عن ذكره الغافلون. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റിയാദുസ്വാലിഹീനിലെ 11ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ബാബുൽ ഹസ്സി അലസ്ദിയാദി മിനൽ ഖൈരി ഫി അവാഖിരിൽ ഉംരി. വാർദ്ധക്യദശയിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ നന്മകളെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മേലുള്ള പ്രേരണ. ഹസ്സ് പ്രേരണ, അലൽ ഇസ്ദിയാദി വർദ്ധിപ്പിക്കുന്നതിൻ്റെ മേൽ, മിനൽ ഖൈരി നന്മകൾ, ഫി അവാഖിരിൽ ഉംരി ജീവിതാവസാനങ്ങളിൽ അഥവാ വാർദ്ധക്യകാലത്ത് നന്മകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന അധ്യായമാണിത്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ കൂടുതലായി അമലുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യരെന്ത് വേണം? അള്ളാഹുവിന് ഇബാദത്തിലായി നിരതനാവണം. ഖാലല്ലാഹു തആല, അള്ളാഹു തആല പറഞ്ഞു, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിർകും, നാം നിങ്ങൾക്ക് വയസ്സ് തന്നില്ലയോ? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരു വയസ്സ് നാം നിങ്ങൾക്ക് നൽകിയില്ലയോ? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന നബി നിങ്ങൾക്ക് വരികയും ചെയ്തില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, അവലം നുഅമ്മിർകും, നാം നിങ്ങൾക്ക് ഉംറ് വയസ്സ് തന്നില്ലയോ? മാ ഒരു വയസ്സ്, യതദക്കറു ഫീഹി അതിൽ ചിന്തിക്കും, മൻ തദക്കറ ചിന്തിക്കുന്നവൻ, വജാഅകുമുൻ നദീർ മുന്നറിയിപ്പ് നൽകുന്ന നബി മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വരികയും ചെയ്തില്ലേ? ഇവിടെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുന്ന പ്രായം എന്നതുകൊണ്ട് ഉദ്ദേശം 60 വയസ്സാണെന്നും 40 വയസ്സാണെന്നും 18 അല്ല, പ്രായപൂർത്തിയുടെ പ്രായമാണ് എന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അത് മുസന്നിഫ് തന്നെ വിശദീകരിക്കുകയാണ്. ഖാല ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ മുഹഖിഖൂന, അഗാധജ്ഞാനികളായ പണ്ഡിതന്മാരും പറഞ്ഞു, മഅനാഹു അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം, അവലം നുഅമ്മിർകും സിത്തീന സന 60 വയസ്സ് പ്രായം നാം നിങ്ങൾക്ക് നൽകിയില്ലേ എന്നാണ്. വയുഅയ്യിദുഹു, ഈ അഭിപ്രായത്തെ ശക്തിപ്പെടുത്തുന്നു, അൽ ഹദീസുല്ലദീ സനദ്കുറുഹു, നാം ശേഷം പറയാൻ പോകുന്ന ഒരു ഹദീസ്. ഇൻഷാ അല്ലാഹ് ശേഷം ആ ഹദീസ് നമ്മൾ പറയുന്നുണ്ട്. വഖീല, പറയപ്പെട്ടു, മഅനാഹു അതിൻ്റെ അർത്ഥം, 18 സന 18 വയസ്സ് എന്നാണ്. വഖീല പറയപ്പെട്ടു, 40 സനത്തൻ 40 വയസ്സാണ് എന്നും അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായമാണ് ഹസൻ ഖാലഹുൽ ഹസനു വൽ കൽബി വ മസ്റൂഖ്, ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. ഖാലഹു, ഈ അഭിപ്രായത്തെ പറഞ്ഞിരിക്കുന്നു ഹസൻ എന്ന് പറഞ്ഞാൽ ഹസനുൽ ബസ്രി, കൽബി ഇമാമും അതുപോലെ മസ്റൂഖ് എന്നവരും ഈ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. മസ്റൂഖ് ബിൻ സഈദ്
മസ്റൂഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ട ആളെന്നാ. സുമ്യ ബിദാലിക്കലി അന്നഹു സുരിഖഫി സിഗരിഹി, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മസ്റൂഖ് എന്ന പേര് സിദ്ധിച്ചത്. വനുഖീല, ഈ അഭിപ്രായത്തെ നക്കിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അൻ ഇബ്ൻ അബ്ബാസിൻ, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഐലൻ വീണ്ടും, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡ് എന്നറിയപ്പെടുന്ന ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിനെ തൊട്ട് ഈ 40 വയസ്സ് എന്ന അഭിപ്രായത്തെയാണ് നക്കൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. വനഖലു, പണ്ഡിതന്മാർ നക്കൽ ചെയ്തിരിക്കുന്നു, അന്ന അഹ്ലൽ മദീനത്തി, തീർച്ചയായും മദീനക്കാർ, കാനു അവരായിരുന്നു, ഇദാ ബലഗ അഹദുഹും, അവരിൽ ഒരാൾക്ക് എത്തിയാൽ 40 സനത്തൻ 40 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ, തഫറഗ അവർ ഒഴിഞ്ഞിരിക്കും, ലിൽ ഇബാദത്തി, ഇബാദത്തിന് വേണ്ടി അവർ ഒഴിഞ്ഞിരിക്കും. അലായിക്ക് അവായിക്ക്, ഇബാദത്തിന് മുടക്കം ചെയ്യുന്ന കാര്യങ്ങൾ, ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ എന്താവും വിട്ടുനിന്ന് വെറും ഇബാദത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നൊരു പതിവ് മദീനക്കാർക്കുണ്ടായിരുന്നു. അപ്പം ഈ 40 എന്നതിന് ശക്തി പകരുന്ന ഒരു കാര്യമാണത്. വക്കീല, പറയപ്പെട്ടു, ഹുവൽ ബുലൂഗ്, അത് പ്രായപൂർത്തിയാണ്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുന്നൊരു പ്രായം എന്ന് പറഞ്ഞത് അത് ബുലൂഗാണ്, പ്രായപൂർത്തിയാണ്. ഈ അഭിപ്രായമാണ് ഇമാം ബഗവി, ഖാസിൻ എന്നിവരുടേത്. ഇമാം അബു ഹനീഫയുടെ അഭിപ്രായമാണ് സമാനിയശറ സന, 18 വയസ്സ് എന്നുള്ളത്. ഖാലൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് ഫി തഫ്സീരി, അവരുടെ തഫ്സീറിൽ, ഖാല ഇബ്നു മാലിക്, ഇബ്നു മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, അദ്റക്തു അഹ്ലൽ ഇൽമി, ഇൽമിൻ്റെ അഹ്ലുകാരെ ഞാൻ എത്തിച്ചു, ബി ബലദിന, ഞങ്ങളുടെ നാട്ടിൽ, വഹും യത്ലുബൂന ദുനിയാ വൽ ഇൽമ, അവർ ദുനിയാവിനെയും ഇൽമിനെയും അവർ തേടും, വയുഖാലിത്തൂനന്നാസ, ജനങ്ങളുമായി അവർ കൂടിക്കലർന്ന് ജീവിക്കും. ഹത്താ ഇദാ ബലഗു 40 സനത്തൻ, അവർ 40 വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ, തറക്കു അൽ മുഖാലത്തത, ജനങ്ങളുമായി കൂടിക്കലർന്നുള്ള ജീവിതം അവർ ഉപേക്ഷിക്കും. വസ്തഗലു, അവർ ജോലിയാവും, ബിൽ ഇബാദത്തി, ആരാധന കൊണ്ട്, ഹത്താ യഅ്തിയഹുമുൽ മൗത്ത്, മരണം അവർക്ക് വരുന്നത് വരെ. 40 വയസ്സ് വരെ ആൾക്കാരുമായി കൂടിക്കലർന്ന് ദുനിയാവും ഇൽമും ഒക്കെ എങ്ങനെ സമ്പാദിക്കും. എന്നാൽ 40 വയസ്സ് ആയിക്കഴിഞ്ഞാൽ വെറും ഇബാദത്തിന് വേണ്ടി മാത്രം അവർ ജീവിക്കുന്നവരായിരുന്നു. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഖൗല്, വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ആ നദീർ ആരാണ്? ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൽ ജുംഹൂർ, ഭൂരിഭാഗം ഇമാമിങ്ങളും, ജുംഹൂർ എന്ന് പറഞ്ഞാൽ ജുംഹൂറുൽ ഉലമാ, പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ഇമാമിങ്ങളും പറഞ്ഞു, അല്ലാതെ ജുംഹൂർ ഇമാം പറഞ്ഞു എന്നല്ല, പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ഇമാമിങ്ങളും പറഞ്ഞു, ഹുവൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ നദീർ. വക്കീല, പറയപ്പെട്ടു, അശൈബു, നരയാണ്, നരബാധിക്കുക എന്നുള്ളതാണ്, തലയിൽ തലമുടിക്ക് നരബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ്. ഖാലഹു, അതിനെ പറഞ്ഞിരിക്കുന്നു, ഈ അഭിപ്രായം, ഷൈബാണ് എന്നതിനെ, നരയാണ് എന്നതിനെ, ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉയൈന വഗൈറുഹുമ, ഇവരല്ലാത്ത അവരൊക്കെ ഈ അഭിപ്രായക്കാരാണ്. വല്ലാഹു അഅലം. ഫൽ അമ്മൽ അഹാദീസു, അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഫൽ അവ്വലു, ആദ്യത്തേത്, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയുകയാണ്, അഅ്ദറല്ലാഹു ഇലംരിഇൻ അഖറ അജലഹു ഹത്താ ബലഗ 60 സന, 60 വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ ഉദ്റിനെ അള്ളാഹു നീക്കം ചെയ്തിരിക്കുന്നു, അയാൾക്കൊരു ഒഴിവ് കഴിവുമില്ല. എനിക്ക് വയസ്സ് കുറഞ്ഞത് കൊണ്ടാണ് ഞാൻ അമല് ചെയ്യാതിരുന്നത് എന്ന് പറയാനുള്ള ഒരു ഒഴിവ് കഴിവും ഒരു ഉദ്റും അദ്ദേഹത്തിന് ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. അള്ളാഹു ഉദ്റ് ബോധിപ്പിച്ചു ഇലംറീൻ, ഒരു മനുഷ്യനിലേക്ക്,
എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉതിറിനെ അള്ളാഹു നീക്കം ചെയ്തിരിക്കുന്നു, ഒരു ഉതിറും അവന് ബാക്കി വച്ചിട്ടില്ല. അഹ്റ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ്? അഹ്റ അവൻ പിന്തിച്ചു, അള്ളാഹു പിന്തിച്ചു അജലഹു അവൻ്റെ ആയുസ്സിനെ ഹത്താ ബലഗ സിത്തീന സന 60 വയസ്സ് എത്തുന്നത് വരെ. റവാഹുൽ ബുഖാരിയു. ഖാലൽ ഉലമാവു പണ്ഡിതന്മാർ പറഞ്ഞു, മഅനാഹു ഇതിൻ്റെ അർത്ഥം ലം യതുറുക്ക് അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല ലഹു അവന് ഉദിറൻ ഒരു ഉദിറിനെയും. ഇത് അംഹലഹു അവന് താമസം ചെയ്തു കൊടുത്ത നേരത്ത്, ഹാദിയിൽ മുദ്ദ ഈ ഒരു കാലയളവ്, ഈ ഒരു വയസ്സ്, ഈ 60 വയസ്സ് വരെ അള്ളാഹു ജീവിപ്പിച്ച ഒരു മനുഷ്യന് ഒരു ഉദിറിനെയും അള്ളാഹു ഉപേക്ഷിച്ചിട്ടില്ല. അവന് ഒരു ഉദിറും പറയാനില്ല എനിക്ക് വയസ്സ് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യാതിരുന്നത് എന്ന ഒരു കാരണം അവനിക്ക് പറയാനേയില്ല, പറയാൻ കഴിയില്ല. യുക്കാലു പറയപ്പെടാറുണ്ട്, അഅ്ദറ റജുലു ഇദാ ബലഗ അൽ ഗായത്ത ഫിൽ ഉദ്രി. അഅ്ദറ റജുലു എന്ന് പറയാറുണ്ട് എപ്പോൾ? ഇദാ ബലഗ അവൻ എത്തിച്ചാൽ അൽ ഗായത്ത അങ്ങേയറ്റത്തെ ഫിൽ ഉദ്രി കാരണം ബോധിപ്പിക്കുന്നതിൽ. അപ്പോൾ അള്ളാഹു തആല ഓൻ്റെ കാരണത്തെ നീക്കം ചെയ്തിരിക്കുന്നു. വൽ മഅന അൽ ഈദാറു ഇസാലത്തുൽ ഉദ്ർ എന്നാണ്. ലൗ മുദ്ദലി ഫിൽ അജലി ല ഫഅൽതു മാ ഉമിർതു ബിഹി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ലൗ മുദ്ദലി എനിക്ക് നീ ആയുസ് ഫിൽ അജൽ എനിക്ക് നീ ആയുസ് ദീർഘിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ ല ഫഅൽതു ഞാൻ പ്രവർത്തിക്കുമായിരുന്നു മാ ഉമിർതു ബിഹി എന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് അള്ളാഹുവിനോട് അവനിക്ക് പറയാൻ സാധിക്കയില്ല. അസ്സാനി അൻ ഇബ്നി അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണ് നിവേദനം. ഖാൽ അദ്ദേഹം പറഞ്ഞു, കാന ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു യുദ്ഖിലുനി എന്നെ പ്രവേശിപ്പിക്കുന്നവരായിരുന്നു മാ അഷിയാഖി ബദിരിൻ ബദറിൽ പങ്കെടുത്ത പ്രധാനികളായ മഹാന്മാരുടെ കൂടെ. അഷിയാഹ് ഷെയ്ഖിൻ്റെ ജമ്മാണ് അഷിയാഹ്. ഷെയ്ഖിനും പിന്നെയും കുറേ ജമ്മുകളുണ്ട്. ഷെയ്ഖ് വൽ മുറാദു മിൻഹു ദവുൽ അസ്നാനി വയസ്സുള്ള ആളുകൾ മിന സ്വഹാബത്തിൽ ബദരീന ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളിൽ നിന്ന് കൂടുതൽ വയസ്സുള്ള ആളുകൾ, സീനിയറായ ആളുകൾ. അവ ബദറിലെ പ്രധാനികളായ പ്രായമുള്ള നേതാക്കളോട് കൂടെ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ പ്രവേശിപ്പിക്കുന്നവരായിരുന്നു. ആരുടെ ഏത് കൂട്ടത്തിൽ? അവരുടെ മുഷാവറ മെമ്പർമാരിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടിയാലോചന സമിതിയിൽ. ഫകഅന്ന ബഅളഹും അപ്പോൾ അവരിൽ ചിലർ വജദ ഫി നഫ്സിഹി അവരുടെ നഫ്സിൽ ഒരു എന്തോ ഒന്ന് എത്തിച്ചതുപോലെ, അഥവാ എന്നോട് അവർക്കൊരു വിദ്വേഷം ഉള്ളതുപോലെ ഉണ്ടായി. ബദറിൽ പങ്കെടുത്ത വലിയ വലിയ പ്രായമുള്ള സഹാബികളുടെ കൂട്ടത്തിലാണ് എന്നെ ആര് ഇരുത്തുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ഇരുത്തുന്നത്. അപ്പോൾ അത് ആർക്ക് പിടിച്ചില്ല? ഈ ഷെയ്ഖന്മാരായ പ്രായമുള്ള പ്രധാനികളായ സഹാബിവര്യന്മാർക്ക് അത് പിടിച്ചില്ല. അവർക്ക് എന്തോ എന്നോടൊരു വിദ്വേഷം ഉള്ളതുപോലെ. അതാണ് ഫകാന്ന ബഅളുഹും അപ്പോൾ അവർ ചിലർ വജദ ഫി നഫ്സിഹി അവരുടെ നഫ്സിൽ എന്നോടൊരു ദേഷ്യം ഉള്ളതുപോലെയായി. ഫഖാൽ അപ്പോൾ ഉമർ റളിയല്ലാഹു ഫഖാൽ എന്നിട്ട് അവർ പറഞ്ഞു, ആ ചിലർ പറഞ്ഞു, ലിമ യദ്ഖുലു ഹാദാ ഈ കുട്ടിയെ എന്തിനാണ് പ്രവേശിപ്പിക്കുന്നത്? ലിമ യദ്ഖുലു ഹാദാ ഇവനെ എന്തിനാണ് പ്രവേശിപ്പിക്കുന്നത്? മഅന നമ്മോടൊപ്പം, വലന നമുക്കുണ്ട്, അബ്നാഉം മിസ്ലുഹു ഇവനെപ്പോലെയുള്ള മക്കൾ ഞങ്ങൾക്കുണ്ട് വയസ്സിൽ. ഞങ്ങളുടെ മക്കളെ പ്രായമുള്ള ഇവനെ എന്തിനാണ് ഞങ്ങളുടെ കൂടെ പ്രവേശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. ഫഖാല ഉമർ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും അത് മിൻ ഹൈസു അലിംതും
നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് തന്നെയാണത്. തീർച്ചയായും ആ ഇബ്നു അബ്ബാസിനുള്ള ഇൽമിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ് റസൂലുള്ളാൻ്റെ ബൈത്തിൻ നുബുവ വ മംബഇൽ ഉലൂം വ മസ്ദറിൽ ആറാഇ സദീദ, ആ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, പിന്നെ നബി തങ്ങളുടെ ഇൽമ് കരസ്ഥമാക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് മിന്നഹു നിശ്ചയമായും അത് ഞാൻ പ്രവേശിപ്പിക്കുന്നത് മിൻ ഹൈസു അലിംതും നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് തന്നെയാണ്. ഫദഅനി എന്നെ വിളിച്ചു, ആര്? ഉമർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചു. ദാത്ത യൗമിൻ ഒരു ദിവസം. ഫഅദ്ഖലനി എന്നെ അവർ പ്രവേശിപ്പിച്ചു, മഅഹും അവരോടൊപ്പം, ആ ശൈഖന്മാരുടെ കൂടെ പ്രവേശിപ്പിച്ചു. ഫമാ റഅയ്തു ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ അഭിപ്രായപ്പെടുന്നില്ല, അന്നഹു നിശ്ചയം ഉമർ റളിയല്ലാഹു അൻഹു ദഅാനി എന്നെ ക്ഷണിച്ചത്, യൗമൈദിൻ അന്ന് ആ ദിവസം എന്നെ ക്ഷണിച്ചത്, ഇല്ലാ ലിയുരിയഹും അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാതെയല്ല, അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എൻ്റെ സ്ഥാനമൊന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഖാൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ശൈഖന്മാരോട് ചോദിച്ചു, മാ തഖൂലൂന നിങ്ങൾ എന്താണ് പറയുന്നത്, ഫി ഖൗലില്ലാഹി തആല അല്ലാഹു തആലയുടെ ഖൗലിൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്ന അള്ളാഹുവിൻ്റെ ആ ഖൗലിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് അതിന് നൽകുന്ന വ്യാഖ്യാനം എന്ന് ചോദിച്ചു. ഫഖാല ബഅ്ദുഹും അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ആ അഷിയാഖിൽ ചിലർ പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം, ഉമിർന നമ്മോട് കൽപ്പിക്കപ്പെട്ടു, നഹ്മദുല്ലാഹ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ, വനസ്തഗ്ഫിറുഹു അവനോട് പൊറുക്കലിനെ തേടുവാനും, ഇദാ നുസിർന നമ്മളെ സഹായിക്കപ്പെട്ടാൽ, വഫുതിഹ അലൈന നമുക്ക് വിജയം നൽകപ്പെടുകയും ചെയ്താൽ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം ഇദാ ജാഅ നസ്റുല്ലാഹി അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു വിജയവും വന്നാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു നിങ്ങൾ റബ്ബിനെ സ്തുതിക്കുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക എന്നതാണല്ലോ ആ ആയത്തിൽ പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്ക് വിജയവും സഹായവും ലഭിച്ചാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുവാനും ഹംദ് പറയുവാനും അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുവാനുമാണ് ഈ ആയത്ത് കൽപ്പിക്കുന്നത് എന്ന് ചിലർ വ്യാഖ്യാനം പറഞ്ഞു. വസക്കത ബഅ്ദുഹും അവരിൽ ചിലർ മൗനം പാലിച്ചു. ഫലം യഖുൽ ഷൈഅ ഒന്നും പറഞ്ഞില്ല. ഫഖാല ലി അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അകദാലിക അപ്രകാരം തന്നെയാണോ തഖൂലു നീ പറയുന്നത്, ഇബ്നു അബ്ബാസേ നീയും ഈ അഭിപ്രായക്കാരൻ തന്നെയാണോ? ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അല്ല, ഞാൻ അഭിപ്രായക്കാരനല്ല. ഖാൽ അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫമാ തഖൂലു നീ എന്താണ് പറയുന്നത്, ഈ ആയത്തിനെ സംബന്ധിച്ച്, ഈ സൂറത്തിനെ സംബന്ധിച്ച് നീ എന്താണ് പറയുന്നത്? ഖുൽതു ഞാൻ പറഞ്ഞു, ഹുവ അത് അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജലാണ്, ആയുസ്സാണ് ആ കാണിക്കുന്നത്. തങ്ങളുടെ വഫാത്താണ് ആ കാണിക്കുന്നത്. അഅലമഹു അല്ലാഹു തആല അതിനെ അറിയിച്ചു കൊടുത്തു, ലഹു തങ്ങളുടെ ആയുസ് അടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് അത്. ഖാല അള്ളാഹു പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ, വദാലിക അത് അലാമത്തു അജലിക തങ്ങളുടെ ആയുസ്സിൻ്റെ അടയാളമാണ്. ആ സഹായവും വിജയവും ഒക്കെ അലാമത്തു അജലിക തങ്ങളുടെ ആയുസ് അവസാനിച്ചു അടുത്തായിരിക്കുന്നു, തങ്ങളുടെ ആയുസ് അവസാനിക്കാൻ അടുത്തായിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫസബ്ബിഹ് തങ്ങൾ തസ്ബീഹ് ചൊല്ലണം, ബിഹംദി റബ്ബിക തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം,
വസ്തഗ്ഫിറുഹു അവനോട് തങ്ങൾ പൊറുക്കലിനെ തേടുകയും ചെയ്യണം. ഇന്നഹു നിശ്ചയം അവൻ കാന തവ്വാബാവൻ കൂടുതൽ തൗബയെ സ്വീകരിക്കുന്നവനായിരിക്കുന്നു. ഫഖാല ഉമറു അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഅലമു ഞാൻ അറിയുന്നില്ല മിൻഹ ഈ ആയത്തിൽ നിന്ന് ഇല്ലാ മാ തഖൂലു നീ പറയുന്നതായി ഒന്നല്ലാതെ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വ്യാഖ്യാനത്തോട് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. റവാഹുൽ ബുഖാരിയു. അപ്പോൾ ജീവിതാവസാന കാലത്ത് എന്ത് വേണം? തസ്ബീഹുകളും ഇസ്തിഗ്ഫാറുകളും ധാരാളമായി കൊണ്ടുവരണം എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. അസ്സാരിസു ഈ വിഷയവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഹദീസ് അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹാ ഖാലത്ത് മാ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല സ്വലാത്തൻ ഒരു നിസ്കാരവും ബഅദ അൻ നസലത്ത് അലൈഹി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി തങ്ങൾ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല. ഇല്ലാ യഖൂലു നബി തങ്ങൾ പറഞ്ഞിട്ടല്ലാതെ ഫീഹ ആ നിസ്കാരത്തിൽ സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ഈ ആയത്ത് ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം എല്ലാ നിസ്കാരങ്ങളിലും അഥവാ റുക്കൂയിലും സുജൂദിലും തങ്ങൾ എന്ത് പറയുമായിരുന്നു? സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് നബി തങ്ങൾ പറയുന്നവരായിരുന്നു. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൻ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ഫി സ്വഹീഹൈനി സ്വഹീൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുള്ള മറ്റൊരു റിപ്പോർട്ടിലുണ്ട് അൻഹ അവരെ തൊട്ട് ആരെ തൊട്ട്? ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു നബി തങ്ങൾ അധികരിപ്പിക്കുന്നവരായിരുന്നു അയ്യക്കൂല പറയലിനെ ഫി റുക്കൂഇഹി തങ്ങളുടെ റുക്കൂയിലും വ സുജൂദിഹി തങ്ങളുടെ സുജൂദിലും എന്ത്? സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് നബി തങ്ങൾ അധികരിപ്പിക്കുന്നവരായിരുന്നു. എവിടെ? റുക്കൂയിലും സുജൂദിലും. യതഅവ്വലുൽ ഖുർആന ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നവരായിട്ട്. യതഅവ്വൽ ഖുർആന ഖുർആനെ വ്യാഖ്യാനിക്കുന്നവരായ നിലക്ക്. മഅന യതഅവ്വലുൽ ഖുർആൻ യതഅവ്വലുൽ ഖുർആൻ എന്ന ഹദീസിലെ മഅന ഐ യഅമലു നബി തങ്ങൾ അമൽ ചെയ്യുന്നവരായിട്ട് മാ ഉമിറ ബിഹി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതായ ഒന്നിനെ ഫിൽ ഖുർആനി ഖുർആനിലായി നബി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതായ ഒന്നിനെ അമൽ ചെയ്യുന്നവരായും കൊണ്ട് നബി തങ്ങൾ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർ ലീ എന്ന് റുക്കൂയിലും സുജൂദിലും അധികരിപ്പിക്കുന്നവരായിരുന്നു. എവിടെ പറയപ്പെട്ട? ഫി ഖൗലി തആല അല്ലാഹു തആലാൻ്റെ ഖൗലിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു എന്ന അള്ളാഹുവിൻ്റെ ഖൗലിൽ. വഫീ റിവായത്തിൽ ലി മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു നബി തങ്ങൾ പറയലിനെ അധികരിപ്പിക്കുന്നവരായിരുന്നു അയ്യക്കൂല പറയലിനെ ഖബ്ല അയ്യമൂത്ത വഫാത്താകുന്നതിന് മുമ്പ്. സുബ്ഹാനക വബിഹംദിക അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്ന് നബി തങ്ങൾ ധാരാളമായി പറയാറുണ്ടായിരുന്നു. റബ്ബിനോടുള്ള ആ താഴ്മയാണ് പ്രകടിപ്പിക്കുന്നത് നബി തങ്ങൾ. തങ്ങൾക്കുള്ള ഇസ്തിഗ്ഫാർ തങ്ങൾ അസ്തഗ്ഫിറുക നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, തങ്ങളിൽ ദോഷമുണ്ടായിട്ടല്ല. ആ തങ്ങൾക്ക് അള്ളാഹു ചെയ്ത അപാരമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് അതിനർഹമായ ശുക്ർ ചെയ്യുന്നതിൽ വല്ല വീഴ്ചയും വന്നു പോയിട്ടുണ്ടോ എന്ന ഭയം കാരണമാണ് നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്. വഹാദൽ ഹദീസ് വല്ലദീ ബഅദഹു ഫീ ഇബ്ഖാഉൽ അംരി ഫിൽ ആയത്തി അല തഅമീം. പിന്നെ ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ മാ ഹാദിയിൽ കലിമാത്തുല്ലത്തി അറാക്ക അഹദസ്തഹ തഖൂലു തങ്ങളിപ്പോൾ പുതുതായി പറയാൻ തുടങ്ങിയ ഈ കലിമത്തുകൾ എന്താണ്? മാ ഹാദിയിൽ കലിമാത്തു ഈ കലിമത്തുകൾ എന്താണ്? അല്ലത്തി അങ്ങനെയുള്ള കലിമത്തുകളാണ് അറാക്ക ഞാൻ തങ്ങളെ കാണുന്നു അഹദസ്തഹ തങ്ങളതിനെ പുതുതായി കൊണ്ടുവന്നതായിട്ട് തഖൂലുഹ തങ്ങളതിനെ പറയുന്നു. കാല അപ്പോൾ തങ്ങൾ പറഞ്ഞു,
ജുഇലത്തിലി അലാമത്തൻ ജുഇലത്തിലി അലാമത്തുൻ ഫി ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ എനിക്കൊരടയാളം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇദാ റഅയ്തുഹ, ഞാനതിനെ കണ്ടാൽ ഖുൽതുഹ, ഞാനതിനെ പറയും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, ഏതാണ് അടയാളം? അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വരിക എന്നത്. ഇലാ ആഖിരി സൂറ, സൂറത്തിൻ്റെ അവസാനം വരെ തങ്ങൾ പറഞ്ഞു. വഫീ റിവായത്തിൽ ലഹു, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു, നബി തങ്ങൾ അധികരിപ്പിക്കുന്നവരായിരുന്നു, മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നബി തങ്ങൾ അധികരിപ്പിക്കുന്നവരായിരുന്നു. കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അറാക്ക തുക്സിറു, തങ്ങൾ അധികരിപ്പിക്കുന്നതായിട്ട് ഞാൻ തങ്ങളെ കാണുന്നു, മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന ഖൗലിനെ തങ്ങൾ അധികരിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുവല്ലോ. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഖ്ബറനീ റബ്ബി, എൻ്റെ റബ്ബി എന്നോട് പറഞ്ഞിരിക്കുന്നു, അന്നീ, നിശ്ചയമായി ഞാൻ, സഅറാ, ഞാൻ കാണും, അലാമത്തൻ, ഒരടയാളം, ഫി ഉമ്മത്തി, എൻ്റെ സമുദായത്തിൽ, ഫഇദാ റഅയ്തുഹ, ഞാൻ അതിനെ കണ്ടാൽ, അക്സർതു, ഞാൻ അധികരിപ്പിക്കും, മിൻ ഖൗലി സുബ്ഹാനല്ലാഹി വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന ഖൗലിനെ, ഫഖദ് റഅയ്തുഹ, തീർച്ചയായും ഞാൻ ആ അടയാളത്തെ കണ്ടിരിക്കുന്നു. ഏതാണ് അടയാളം? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വരിക എന്നത്, അഥവാ ഫത്ഹു മക്ക. ഇവിടെ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫത്ഹു മക്കയാണ്, മക്ക വിജയമാണ്. വറഅയ്തന്നാസ, തങ്ങൾ ജനങ്ങളെ കാണുകയും ചെയ്താൽ, യദ്ഖുലൂന, പ്രവേശിക്കുന്നവരായിട്ട്, ഫീ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ മതത്തിലേക്ക്, അഫ്വാജൻ, കൂട്ടം കൂട്ടമായി, സംഘം സംഘമായി. ആദ്യം ഒറ്റൊറ്റ ആളുകളായിരുന്നു ദീനിലേക്ക് പ്രവേശിച്ചത്. ആ ഹിജറ 8 മക്കം ഫത്തഹിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അപ്പം ഫസബ്ബിഹ്, തങ്ങൾ തസ്ബീഹ് ചലണം, ബിഹംദി റബ്ബിക, തങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം, വസ്തഗ്ഫിറുഹു, അവനോട് തങ്ങൾ പൊറുക്കലിനെ തേടുകയും വേണം. ഇന്നഹു, നിശ്ചയമായും അവൻ, കാന, അവനായിരിക്കുന്നു, തവ്വാബൻ, കൂടുതലായി തൗബയെ സ്വീകരിക്കുന്നവനായിരിക്കുന്നു. അറാബിയു, നാലാമത്തെ ഹദീസ്, അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു അസ്സ വജല്ല, അസ്സ എന്ന പ്രതാപനായിരിക്കുന്നു, അജയ്യനായിരിക്കുന്നു, വജല്ല, മഹാനുമായിരിക്കുന്നു, താബ, അവൻ പിന്തുടർത്തി, അൽ വഹിയ, വഹീനെ പിന്തുടർത്തി, തുടരെ തുടരെ വഹീനെ കൊണ്ടുവന്നു, അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ, ഖബ്ല വഫാത്തിഹി, തങ്ങളുടെ വഫാത്തിന് മുമ്പ്, ഹത്താ തൂഫിയ, അങ്ങനെ തങ്ങൾ വഫാത്താക്കപ്പെടുന്നത് വരെ, അക്സറ മാക്കാനൽ വഹിയു അലൈഹി, വഹി ആയതിൽ ഏറ്റവും അധികരിച്ചതായ നിലക്ക്. അപ്പോൾ തങ്ങൾ വഫാത്താകുന്ന ആ സമയത്ത് കൂടുതലായി വഹി വന്നിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് തങ്ങൾ വഫാത്തായത്. തുടരെ തുടരെ വഹി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരാളുടെ അവസാനം നല്ല പ്രവൃത്തികൾ കൂടുതലായി ചെയ്യണം, ആക്കിബത്ത് നന്നാകണം എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഹദീസാണിത്. അൽ ഖാമിസു, അഞ്ചാമത്തേത്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുബ്അസു, പുനർജീവിപ്പിക്കപ്പെടും, കുല്ലു അബ്ദിൻ, എല്ലാ അടിമയെയും, അലാമാ മാത അലൈഹി, അവൻ ഏതൊന്നിൻ്റെ മേലാണോ മരിച്ചത് അങ്ങനെയുള്ള ഒരവസ്ഥയുടെ മേൽ ഓരോ അടിമയെയും പുനർജീവിപ്പിക്കപ്പെടുന്നതാണ്. അതാ ഹത്താ യുബ്അസ സ്വാഹിബുൽ മിസ്മാർ, ഷറഹിൽ പറയുന്നത് വീണ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, സംഗീതം പാടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, വ മിസ്മാറുഹു ഫിയദിഹി, അവൻ്റെ ആ മിസ്മാർ, അവൻ്റെ ആ വീണ അല്ലെങ്കിൽ അവൻ്റെ സംഗീത ഉപകരണം, ഫിയദിഹി, അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ നിലക്കായിരിക്കും അവനെ പുനർജീവിപ്പിക്കപ്പെടുക.
അപ്പോൾ ഫഫീഹി തഹരീദുലിൽ ഇൻസാനി, ഒരു മനുഷ്യനെ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട് അലാ ഹുസ്നിൽ അമൽ, അമൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ മേൽ, മുലാസമത്തി സുനനിൽ മുഹമ്മദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിർബന്ധമാക്കുന്നതിൻ്റെ മേലും, ഫീ സായിരിൽ അഹ്വാലി, എല്ലാ അവസ്ഥകളിലും, ഇഖ്ലാസു ലില്ലാഹി തആല, അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുക, ആത്മാർത്ഥത കാണിക്കുക, ഫിൽ അഖ്വാലി, വാക്കുകളിലും, അഅ്മാലി, പ്രവർത്തനങ്ങളിലും, ലിയമൂത്ത, അവൻ മരിക്കാൻ വേണ്ടി, അലാ തിൽക്കൽ ഹാലത്തിൽ ഹമീദ, ആ നല്ല അവസ്ഥയുടെ മേൽ അവൻ മരിക്കാൻ വേണ്ടി, ഫയുബഅസു കദാലിക, അപ്പോൾ അപ്രകാരം അവനെന്താവും, പുനർജീവിപ്പിക്കപ്പെടും. ആ നിലക്കായിരിക്കും അവനെ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. അപ്പോൾ നല്ല അവസ്ഥയിലായിരിക്കണം ഒരാളുടെ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും നല്ല സൽപ്രവർത്തികൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണല്ലോ നാം ചോദിക്കുന്നത്, അല്ലാഹുമ്മ ജിഅൽ ഖൈറ ഉംരി ആഖിറഹു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനം നീ നന്നാക്കണമേ, ഖൈറാക്കണമേ. അല്ലാഹുമ്മ ജിഅൽ ഖൈറ ഉംരി ആഖിറഹു വ ഖൈറ അമലി ഖവാത്തിമഹു, എൻ്റെ അമലിൽ ഏറ്റവും ഖൈറായത് അതിൻ്റെ അവസാനമാക്കണമേ. അല്ലാഹുമ്മ ജിഅൽ ഖൈറ ഉംരി ആഖിറഹു വജിഅൽ ഖൈറ അമലി ഖവാത്തിമഹു വജിഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹി എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കട്ടെ. നല്ല അവസ്ഥയിൽ മരണം ഖൈറായ സമയത്ത് കലിമ ചൊല്ലി മരിക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.